നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്നത്തെ നമ്മുടെ വിഭവം ബട്ടർ ചിക്കനാണ്. വളരെ ഈസി മെത്തേഡിലാണ് ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് 2 വീഡിയോസും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏത്തപ്പഴം വച്ചും വെള്ളക്കടല വച്ചും ബട്ടർ മസാലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ എന്തായാലും കാണണം. അപ്പോൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഒരു 1/2 കിലോയുടെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. ഇത് എല്ലുള്ളതും എല്ലില്ലാത്ത കഷ്ണങ്ങൾ മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ അതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ നാരങ്ങയുടെ പകുതി മാത്രം പിഴിഞ്ഞ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടത്തൈരായിരിക്കണം. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് അരിച്ച് മാറ്റിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല നല്ല ക്രീമി ആയിട്ടിരിക്കണം. അപ്പോൾ അല്പം തൈരിൻ്റെ കുറവുണ്ട്. 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ ഫ്രിഡ്ജിലാണിത് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് ഇറച്ചിയിൽ പിടിച്ചിങ്ങനെ ഇരുന്നോളും. ഇനി ഒരു കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കേണ്ട, സ്മെല്ലില്ലാത്ത ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അതിനകത്തേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അത് ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡ്സ് ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ആ ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. ഏതാണ്ട് 1.5 ടീസ്പൂൺ വരും. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് മാത്രം വഴറ്റിയാൽ മതി. ഇനി ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ മീഡിയം സൈസ് തക്കാളി ആണെങ്കിൽ 3 തക്കാളി ചേർത്താൽ മതി. എൻ്റെ കയ്യിൽ ചെറിയ തക്കാളി ഉണ്ടായുള്ളൂ. അതാണ് ഞാൻ 4 തക്കാളി 2 പിളർന്നിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു 4-5 കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്യാത്ത കാഷ്യൂ നട്ട്സ് ആണെങ്കിൽ ഒരു 8 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം. ഈ കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വന്നപ്പോഴാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തത്. ചില കുക്കറിൽ ഒരൊറ്റ വിസിൽ മതിയാകും. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് വയ്ക്കാം. ചിക്കനിലൊക്കെ പെട്ടെന്ന് ചൂട് പിടിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് അടച്ച് മൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ഇടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് കൊടുക്കണം കേട്ടോ. ആ ചിക്കൻ റിലീസ് ചെയ്ത വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം മൂടി തുറന്ന് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വെന്ത മസാല ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് ഈ തക്കാളിയുടെ തോലൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. പിന്നെ എല്ലാ തക്കാളിയുടെയും തോല് മാറ്റിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് സെയിം പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഒന്ന് മെൽറ്റായി വന്നപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് മുരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ട് അടിച്ചു വെച്ച ആ മസാല ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തക്കാളിയുടെ തോലൊക്കെ കളഞ്ഞ കാരണം ഫൈൻ പേസ്റ്റായിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ആ ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ജാറ് കഴുകി അല്പം കൂടി വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു മൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഏതാണ്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. പിന്നെ ബട്ടർ ചിക്കൻ്റെ ഗ്രേവി നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും. അപ്പോൾ അത് കാരണം ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ട് ലൂസാക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം.
ഇത് റെഡിമെയ്ഡ് ഫ്രഷ് ക്രീം അല്ല, പാൽപ്പാട ഒന്ന് സ്പൂൺ വെച്ച് അടിച്ചെടുത്തതാണ്. ഇനി ഫ്രഷ് ക്രീം നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 8 ടേബിൾ സ്പൂൺ പാല് തിളപ്പിച്ച് വറ്റിച്ച് എടുത്തതിന് ശേഷം ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ ആയതിന് ശേഷം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പലരും എന്നോട് പറയാറുണ്ട് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന്. അപ്പോൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവർ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും കൂടി ഒന്ന് കയ്യിൽ പൊടിച്ചിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ ബട്ടർ ചിക്കൻ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്